മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള മാതൃകാ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈകുന്നേരം 4 മണിക്കാണ് തറക്കല്ലിടൽ ചടങ്ങ്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിലാണ് ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പ് ഒരുങ്ങുന്നത്. വിവരങ്ങളുമായി അനന്തു VS ചേർന്നു. അനന്തു കേൾക്കാമെങ്കിൽ വയനാട് കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പ് ഉയരുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നതോടുകൂടി പദ്ധതികൾക്ക് തുടക്കമാകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 8 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതി സർക്കാർ ഇട്ടിരിക്കുന്നത്. സർക്കാർ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിലാണ് ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന തറക്കല്ലിടൽ ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് അധ്യക്ഷത വഹിക്കുന്നത്. മന്ത്രിമാരായ OR കേളു, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KB ഗണേഷ് കുമാർ, മുഹമ്മദ് റിയാസ് തുടങ്ങിയ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ഇവിടെ എത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള പ്രമുഖരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ദുരന്തബാധിതർക്കായി ഈ എസ്റ്റേറ്റിലാണ് 64 ഹെക്ടർ സ്ഥലത്താണ് സർക്കാർ സ്നേഹഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പദ്ധതിയിടുന്നത്. ഇവിടെ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീടുകളാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ക്ലസ്റ്ററുകളായിട്ടാണ് ഇവിടെ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി പദ്ധതിയിടുന്നത്. മാതൃകാ വീടുകൾക്ക് പുറമെ തന്നെ ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി തുടങ്ങിയ സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഉണ്ടാക്കാനാണ് സർക്കാരിന്റെ പദ്ധതിയിടുന്നത്. എന്തായാലും ഓപ്പൺ മാർക്കറ്റ്, കുട്ടികൾക്കുള്ള കളിസ്ഥലം തുടങ്ങിയ എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഒരു മാതൃകാ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അതിന്റെ തുടക്കം എന്നുള്ള നിലയിലുള്ള തറക്കല്ലിടലാണ് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതിന്റെ തന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള സുഹാസ് IPS അല്പസമയം മുമ്പ് IAS നമ്മോടൊപ്പം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് വളരെ വേഗത്തിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി അർഹരായുള്ളവർക്ക് കൈമാറുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഈ പദ്ധതി എത്രയും വേഗം പൂർത്തീകരിച്ച് വീടുകൾക്ക് അർഹതയുള്ളവരെ എത്രയും പെട്ടെന്ന് ഈ വീടുകൾ ഏൽപ്പിക്കുക എന്ന ദൗത്യമാണ് സർക്കാരിനുള്ളത്. അത് പെട്ടെന്ന് പൂർത്തിയാക്കി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം അധികൃതർ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ദുരന്തബാധിതർ ഈ വീടുകൾ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ചു കാലമായി വാടക വീടുകളിലടക്കം കഴിയുന്നവരാണ്. അവരെല്ലാവരും സ്വന്തമായ ഒരു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ടൗൺഷിപ്പിനായുള്ള ശിലാസ്ഥാപനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അനന്തു VS ആണ് ചൂരൽമലയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.